ഓരോ ഇലക്ഷനെയും അത്രത്തോളം സീരിയസ് ആയിട്ടും വളരെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഒട്ടും വില കുറച്ച് കാണാതെ അവരുടെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് BJP അധ്വാനിച്ച് തന്നെയാണ് അവർ ഇലക്ഷനിൽ ജയിക്കുന്നത്. ചലഞ്ചിങ് തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഒരു ഈസി വാക്ക് ഓവർ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെയും സമീപിച്ചിട്ടില്ല. ഇനി ഗുജറാത്തിൽ നടക്കുന്ന ഇലക്ഷനും അങ്ങനെ തന്നെ ഒരു ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നിഷാദെ. ഞാനിവിടെ വളരെ കൗതുകപൂർവ്വം കേട്ടുകൊണ്ടിരുന്ന ശ്രീ നൗഷാദ് അലിയുടെ, അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ ഞാൻ വളരെ ചിരി അടക്കാൻ വളരെ കഷ്ടപ്പെടുകയായിരുന്നു. അതായത് ബീഹാറിലെ BJPക്ക് ഒരു എൻട്രി ഇല്ല, അത് JDUവിന്റെ കരുണയിൽ ഇങ്ങനെ തത്തിപ്പിടിച്ചൊക്കെ നിൽക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ടാൽ കോൺഗ്രസിന്റെ അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏതാണ്ട് 30 വർഷത്തിന് മുമ്പ്, 35 1990 ആ ബീഹാറിൽ നിന്ന് തൂത്തെറിയപ്പെട്ട ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 50 സീറ്റിലാണ്, 230 എത്ര സീറ്റുള്ളതിൽ ആ കഷ്ടിച്ച് 50 സീറ്റിലാണ് അവർ മത്സരിച്ചത്. അതിൽ 17 സീറ്റിലാണ് അവർ ജയിച്ചത്. ഇനി BJPയുടെ അവസ്ഥ എന്താണ്? ബീഹാറിലെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ് BJP. കഴിഞ്ഞ തവണത്തെ അസംബ്ലി ഇലക്ഷനിൽ BJP 84 സീറ്റിലാണ് ജയിച്ചത്. ജനതാദൾ ജയിച്ചത്, ഈ സഖ്യകക്ഷിയായ ജനതാദൾ ജയിച്ചത് 48 സീറ്റിലാണ്. എങ്കിലും അവിടെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ചീഫ് മിനിസ്റ്ററായിരുന്ന നിതീഷ് കുമാറിന് ആ നാട്ടിലൊരു വാല്യൂ ഉണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനൊരു അംഗീകാരമുണ്ട്. അതൊക്കെ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ഒരു വലിയ പാർട്ടി ഏതാണോ അവരാണ് മുഖ്യമന്ത്രി സർക്കാരിനെ നയിക്കുക. പക്ഷെ അത് ബീഹാറിൽ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് BJP അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്, ബീഹാറിലേക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ശരി, അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തീർക്കാനല്ലേ പറ്റുള്ളൂ. അദ്ദേഹം കോൺഗ്രസിന്റെ കൂടി അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിക്കുന്നത് അത് രാഷ്ട്രീയമായ സ്വാധീനത്തിന്റെയും അക്സെപ്റ്റൻസിന്റെയും പ്രശ്നമാണ്. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഈ SIR പോലുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം കീ ഫാക്ടർ ആവുമെന്നാണ് ശ്രീ ഷാബു തോന്നുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോദി 400 സീറ്റ് ചോദിക്കുന്നു. എന്തിനാണ് മോദിക്ക് 400 സീറ്റ്? ജയിക്കാൻ 400 സീറ്റ് വേണ്ടല്ലോ. അപ്പോൾ മോദി 400 ചോദിക്കുന്നത് ഭരണഘടന തിരുത്താനാണ്. ഭരണഘടന തിരുത്തുന്ന എന്തിനാണ്? സംവരണം പോലെയുള്ള നിങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ എടുത്തുകൊണ്ട് പോകാനാണ്. അത് വർക്കായല്ലോ. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ വിചാരിച്ച പലയിടത്തും BJPക്ക് അങ്ങനെ വോട്ട് കിട്ടാതിരുന്നത്. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ. ഫൈസാബാദിൽ പോലും തോറ്റുപോയി, UP പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ അടിസ്ഥാനാവകാശങ്ങൾ ചോർത്തിക്കൊണ്ടു പോകുന്നു എന്നത് ജനങ്ങൾക്കിടയിൽ ഗ്രിപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള ഹുക്ക് എന്ന മുദ്രാവാക്യമല്ലേ? അതാണ് ഇവിടെയും പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവസാനമായിട്ട് എന്തുണ്ട്? വോട്ട് മാത്രമേ ഉള്ളൂ, അതുമാത്രമാണ് നിങ്ങളുടെ ശക്തി. ഇത് അതും കൊണ്ടുപോവുകയാണ്. ഇത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വോട്ട് അധികാര യാത്രയിൽ കിട്ടുന്ന വലിയ ജനപങ്കാളിത്തം കണ്ടതുമാണ്. സോ അത്തരം ഈ സ്ലോഗൻസ് അല്ലെങ്കിൽ പ്രചാരണ അജണ്ടകൾ, ആ സംഗതികൾ വർക്കാകുമെന്ന് BJP കാണണ്ടേ? നോക്കൂ നിഷാദെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പ്രചരണത്തിനെയും എതിരാളികളെ ഒരിക്കലും നിസ്സാരമാക്കി കണ്ടുകൊണ്ടല്ല BJP അവരുടെ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നത്. അതൊന്ന്. ഇനി ഏറ്റവും ചെയ്യട്ടെ, 400 സീറ്റ് എന്തിനാണ് ഈ BJPക്ക്? അവർക്ക് കഷ്ടിച്ച് 271 സീറ്റ് പോരെ? നോക്കൂ, 541 സീറ്റിൽ മത്സരിക്കുന്നത് 541ലും ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. കോൺഗ്രസും ഈ നാട്ടിലെ സർവ്വ പാർട്ടികളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന കേരള അസംബ്ലി ഇലക്ഷന് UDFും LDFും രണ്ടുപേരും 140 സീറ്റിലും മത്സരിക്കും. ഈ 140 സീറ്റിലും ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് കഷ്ടിച്ച് 71 സീറ്റ് മാത്രം ജയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇരു മുന്നണികളും മത്സരിക്കുന്നത്. ഒരു പാർട്ടി അങ്ങനല്ല മത്സരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഇനി ഈ വോട്ട് ചോരി മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കൂ. ഇപ്പം ബീഹാറില് രാഹുൽ ഗാന്ധി വലിയ ഒരു ഇളക്കം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു. ഇതിന്റെ ഉദ്ദേശം വളരെ, ആ ഉണ്ടാക്കിയ വിവാദത്തിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബീഹാറില് കോൺഗ്രസിന് അടിസ്ഥാന വർക്ക് പോലും ഇല്ല. അവർ ഇവരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കുന്ന, അവരുടെ വിറക് വെട്ടിയും വെള്ളം കോരിയും നടക്കുന്ന ഒരു സഖ്യകക്ഷി മാത്രമാണ് അവരുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നത്. അവിടെ ബീഹാറില് ഇവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചു വരവിന് സാധ്യതയുണ്ടോ?
ആ സാധ്യത തേടിയാണ് രാഹുൽ ഗാന്ധി അപ്പോഴാ വോട്ട് ചോരി ബഹളം ഉണ്ടാക്കിയതും ബീഹാറിൽ കൂടെ യാത്ര നടത്തിയതും. ഇങ്ങനെ കുറച്ച് ഗിമ്മിക്കുകൾ കാണിച്ചാൽ ജനങ്ങൾ കൂടെ വരും എന്ന ഒരു തെറ്റിദ്ധാരണയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിലാണ് രാഹുൽ ഗാന്ധി ജീവിക്കുന്നത്. അതിന്റെ പേരിൽ നടത്തിയതാണ് സംഭവം. അതൊന്ന്.